അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള പ്രാക്ടിക്കൽ സെൻസ് ഇവിടെ ഉണ്ടാകണം. അപ്പോൾ ഗുരു ഒന്നെങ്കിൽ ഇത് പ്രാർത്ഥിച്ചു പോയിരുന്നെങ്കിൽ ഇവിടെ ഈ സമറിയയിലേക്ക് കൂടി ഗുരുവിനെ അന്നത്തെ രാത്രി ഉറങ്ങാനുള്ള സ്ഥലം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ പോകുമ്പോൾ ഇവർ പ്രെയർ ചെയ്താണ് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സമരക്കാർ 10 മടക്കിയേനെ. ഇതിപ്പോൾ ഇവർ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണെന്നുള്ള നെഞ്ച് കരം വെച്ചാൽ പോണത്. കടലിൽ മീൻ നടന്നയാളാണ്, കനയെ വെള്ളം വീഞ്ഞാക്കിയ ആളാണ്, അയാളുടെ ശിഷ്യനാണ് ഞങ്ങൾ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറങ്ങി നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഗുരുവിനെക്കുറിച്ച് ഇവർ ആവശ്യമില്ലാത്ത ഊറ്റം കൊള്ളുന്നുള്ളത് ഉറപ്പല്ലേ? എപ്പോഴും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യണമെന്ന് മാത്രമല്ല, കോംപ്ലിക്കേറ്റഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും സിമ്പിളായിട്ട് ചെയ്യാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവത്തിന് പക്ഷം ചേർന്ന് എല്ലാ വിഷയങ്ങളും പ്രാർത്ഥനാപൂർവം ഒരിക്കലും എൻ്റെ സഹോദരങ്ങളെ, ഒരിക്കലും എനിക്ക് മനസ്സിലായ ഒരു സത്യം, ഒരിക്കലും കൂടിപ്പോകാത്തൊരു സാധനം എന്താണെന്നറിയാമോ? പ്രാർത്ഥനയാണ്. ചിന്തിക്കണേ, ഈ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ പോകാൻ പോകണമെങ്കിൽ ബുദ്ധിബോധം ഇല്ലാത്തവർ അങ്ങനെ വല്ല വിവരക്കേടുകളും പറയും. ഡോണ്ട് മൈൻഡ് അബൌട്ട് ദാറ്റ്. കാര്യം പ്രാർത്ഥനയ്ക്ക് പകരം വെക്കാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.